തിരുവനന്തപുരം സെന്റ് ആൻഡ്രൂസിൽ കടലിൽ കുളിക്കാൻ ഇറങ്ങിയ +2 വിദ്യാർത്ഥിയെ കാണാതായി. പഞ്ചായത്ത് നട സ്വദേശി നവീനാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. രാവിലെ 10 മണിയോടെ 3 സുഹൃത്തുക്കളുമായി കുളിക്കാൻ ഇറങ്ങിയ നെവിൻ കടലിൽ മുങ്ങിത്താഴുകയായിരുന്നു. അനന്തൻ തന്നെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനന്തൻ, എത്ര പേരാണ് കുളിക്കാൻ ഇറങ്ങിയത്? ഇതിൽ ഒരാളെയാണ് ഇപ്പോൾ കാണാതായി എന്ന വിവരം ലഭിച്ചിരിക്കുന്നത്. തിരച്ചിൽ തുടരുന്നുണ്ടോ? എന്താണ് പുതുതായി ലഭ്യമാകുന്ന വിവരങ്ങൾ? പ്രജീഷ്, തിരുവനന്തപുരം കഴക്കൂട്ടം കഠിനംകുളം മേഖലയിൽ 2 യുവാക്കളെയാണ് ഇപ്പോൾ കടലിൽ കാണാതായിരിക്കുന്നത്. സെന്റ് ആൻഡ്രൂസ് ബീച്ചിലും ഒപ്പം തന്നെ മരിയനാട്ടും. സെന്റ് ആൻഡ്രൂസ് ബീച്ചിൽ രാവിലെ കുളിക്കാൻ ഇറങ്ങിയ നെവിനെ, 18 വയസ്സാണ്. നെവിനെ കാണാനില്ല. അയാൾക്ക് വേണ്ടി കടലിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. രാവിലെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി കൂട്ടുകാരുമായി ഈ ബീച്ചിലെത്തിയതാണ്. അതിനുശേഷം കടലിൽ കുളിക്കാനിറങ്ങി. ആ സമയത്താണ് തിരയിൽ നെവിൻ പെട്ടുപോയത്. ആദ്യം കൂട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയൊക്കെ സഹായം തേടുകയായിരുന്നു. ഇപ്പോൾ അവിടെ തിരച്ചിൽ നടക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് തൊട്ടടുത്തുള്ള മരിയനാട് ജോഷുവ എന്ന 19-കാരനെ ഇതേ സമാനമായ രീതിയിൽ കടലിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ തിരയിൽ പെട്ടുപോയത്. ജോഷയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഇപ്പോൾ അവിടെ തുടരുകയാണ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ 2 സ്ഥലത്തും 2 ബീച്ചിലും ഈ യുവാക്കളുടെ സംഘം എത്തിയത്. അതിനുശേഷം കടലിൽ കുളിക്കാൻ ഇറങ്ങുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ഏതായാലും അന്വേഷണവും രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. പ്രജീഷ്, ആനന്ദനാണ് വിവരങ്ങൾ നൽകിയത്. കടലിൽ കുളിക്കാനിറങ്ങിയ 2 പേരെ കാണാനില്ല.